ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൺലൈൻ മാത്തമാറ്റിക്സ് കഫേ. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഡെസിമൽസിലെ ഒരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യുന്നത്. PYQ ക്വസ്റ്റ്യൻ കൂടിയാണിത്. 2016 ചോദിച്ചതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: സ്ക്വയർ റൂട്ട് ഓഫ് 5625 ഈസ് 75. അങ്ങനെയെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്ക്വയർ റൂട്ട് ഓഫ് 5625 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 56.25 പ്ലസ് square root of 0.5625 plus square root of 0.005625. അതിന്റെ വില എത്ര എന്നാണ് ചോദ്യം. അപ്പൊ ഇതിന്റെ സം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ നമ്പറിന് വ്യത്യാസമില്ല, പോയിന്റ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിന്റെ ഓരോ ടേം, മൊത്തം 4 ടേംസിന്റെ സം ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ അതിന്റെ ഓരോന്നിന്റെയും വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. അപ്പൊ ആദ്യത്തേത് സ്ക്വയർ റൂട്ട് ഓഫ് 5625 ആണ് ഫസ്റ്റ് ടേം. അതിന്റെ ആൻസർ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് 75. ഇനി രണ്ടാമത്തെ ടേം നോക്കിക്കേ, സ്ക്വയർ റൂട്ട് ഓഫ് 56.25. അപ്പൊ നമുക്ക് ഇത് ചെയ്യാനായിട്ട് 75 അല്ല ഇതിന്റെ ഉത്തരം വരിക, പോയിന്റും കൂടി ഉള്ളത് കൊണ്ട് നമ്മൾ ഒരു നോട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇതാണ്, നോക്കിക്കേ, if a number has 2 decimal places, ഇപ്പോൾ ഒരു തന്നിരിക്കുന്ന നമ്പറിൽ 2 ഡെസിമൽ പ്ലേസ് ഉണ്ടെങ്കിൽ അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ അത് എത്രയായിട്ട് മാറും, 1 ഡെസിമൽ പ്ലേസ് ആയിട്ട് മാറും. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്പർ നോക്കിക്കേ, സ്ക്വയർ റൂട്ട് ഓഫ് 56.25. അപ്പൊ നമ്മുടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എത്ര ഡെസിമൽ പ്ലേസ് ആണ് ഇവിടെ ഉള്ളത്, പോയിന്റ് കഴിഞ്ഞ് റൈറ്റ് സൈഡിലുള്ളതാണ് ഡെസിമൽ പ്ലേസ്. അപ്പൊ ഇവിടെ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്, 2 ഡെസിമൽ പ്ലേസ് ഉണ്ട് അല്ലെ. അപ്പൊ അത് ഫസ്റ്റ് കണ്ടീഷൻ അല്ലേ, ഒരു നമ്പർ, ഒരു ഡെസിമൽ, ഒരു തന്നിരിക്കുന്ന നമ്പറിൽ 2 ഡെസിമൽ പ്ലേസ് ആണ് ഉള്ളതെങ്കിൽ അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പം അത് എത്ര ഡെസിമൽ പ്ലേസ് ആവും, 1 ഡെസിമൽ പ്ലേസ്. സോ നമ്മുടെ ആൻസർ എന്താ വരിക, 75ന് മാറ്റമൊന്നുമില്ല, ഡിജിറ്റ്സ് സെയിം തന്നെ, പക്ഷെ പോയിന്റ് ഇടുമ്പോൾ 1 ഡെസിമൽ പ്ലേസേ വരാവൂ. 1 ഡെസിമൽ പ്ലേസ് വരണമെങ്കിൽ നമ്മൾ പോയിന്റ് എവിടെ ഇടണം, 2ന്റെയും നടുക്കായിട്ട് ഇടണം അല്ലെ. നോക്കിക്കേ, പോയിന്റ് കഴിഞ്ഞ് എത്ര ഡെസിമൽ പ്ലേസേ വന്നോളൂ, 1 ഡെസിമൽ പ്ലേസേ വന്നോളൂ. ക്ലിയർ അല്ലേ. ഇനി അടുത്ത നോക്കാം, നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 0.5625. ഇവിടെ നോക്കി എത്ര ഡെസിമൽ പ്ലേസ് ആ ഉള്ളത്, പോയിന്റ് കഴിഞ്ഞ് റൈറ്റ് സൈഡിലുള്ളതാണ് ഡെസിമൽ പ്ലേസസ്. അപ്പൊ കൗണ്ട് ചെയ്യുമ്പോൾ 1 2 3 4 4 എണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ 4 എണ്ണം വന്നാൽ എന്താ കണ്ടീഷൻ നോക്കിക്കേ, ഇഫ് എ നമ്പർ ഹാസ് 4 ഡെസിമൽ പ്ലേസസ് then its square root will have 2 decimal places. ഓക്കെ, 4 ഡെസിമൽ പ്ലേസ് ഉള്ള ഒരു നമ്പർ ആണെങ്കിൽ അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എത്ര ഡെസിമൽ പ്ലേസ് ആവും, അത് 2 ഡെസിമൽ പ്ലേസ് ആവും. അപ്പൊ നമ്പറിന് ഡിജിറ്റ്സിന് വ്യത്യാസമില്ല, 7ഉം 5ഉം തന്നെയാണ്. പക്ഷെ 2 ഡെസിമൽ പ്ലേസ് വരണമെങ്കിൽ പോയിന്റ് എവിടെ ഇടും നിങ്ങള്, 7ന് ലെഫ്റ്റിൽ ഇട്ടാലേ 2 ഡെസിമൽ പ്ലേസ് വരത്തുള്ളൂ അല്ലെ. സോ നമ്മുടെ ആൻസർ എന്ത് വരും, 0.75. ഇനി ലാസ്റ്റ് ടേമിൽ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ 0.005625 ആണ്. അപ്പൊ സ്ക്വയർ റൂട്ടിന്റെ അകത്തുള്ള നമ്പറിൽ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്തേ, 1 2 3 4 5 6 6 ആണ് അല്ലെ. അപ്പൊ 6 വരുമ്പോ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ മനസ്സിലായി കാണും, ആദ്യം 2 എണ്ണം ആയപ്പോൾ 1 ഡെസിമൽ പ്ലേസ് ആയി, 4 എണ്ണം ആയപ്പോൾ 2 ഡെസിമൽ പ്ലേസ് ആയി. അപ്പൊ 6 എണ്ണം ആവുമ്പോഴത്തേക്കും എത്ര ഡെസിമൽ പ്ലേസ് ആണ് വരേണ്ടത്, 3 അല്ലേ. If a number has 6 decimal places, its square root will have എത്രയാണ്, 3 decimal places. അപ്പൊ 3 ഡെസിമൽ പ്ലേസ് വരണമെങ്കിൽ നമ്മുടെ ഡിജിറ്റ്സിന് വ്യത്യാസമില്ല, 75 ആദ്യമേ എഴുതി വെക്കുക. 3 ഡെസിമൽ പ്ലേസ് ആണ് വരേണ്ടത്. പക്ഷെ ഇവിടെ നമ്മൾ പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ 2 ആവത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 0യും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം പോയിന്റ് ഇടാൻ. ഇപ്പൊ കറക്റ്റ് ആയില്ലേ, പോയിന്റ് കഴിഞ്ഞ് എത്ര ഡെസിമൽ പ്ലേസ്, 3 ഡെസിമൽ പ്ലേസ്. ഹോൾ പാർട്ട് നമ്മൾ എന്ത് ചെയ്യുക, 0 ഇട്ട് കൊടുക്കുക. സോ നമ്മുടെ വാല്യൂസ് എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോഴേ നമ്മുടെ ഉത്തരം കിട്ടത്തുള്ളൂ. ഓക്കെ അല്ലേ. അപ്പൊ നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം കിട്ടിയത് 75 ആണ് അല്ലെ. 75 പ്ലസ് രണ്ടാമത് കിട്ടിയത് എത്രയാണ്, 7.5 ആയിരുന്നു. മൂന്നാമത്തെ ടേമിന്റെ ആൻസർ നമുക്ക് കിട്ടിയത് 0.75. നാലാമത് കിട്ടിയത് 0.075. ഇനി എന്ത് ചെയ്യാം, ആഡ് ചെയ്യുമ്പോൾ ഡെസിമൽ പോയിന്റ് ഇല്ലെങ്കിൽ പോയിന്റ് ഇട്ട്
ഇതിൽ മാക്സിമം ഡെസിമൽ പ്ലേസ് ഉള്ളതെന്ന് പറഞ്ഞാൽ 3 ആണ് അല്ലെ, 1 2 3. ബാക്കി ഇതിനൊക്കെ 2 ഉള്ളൂ. ഇവിടെ ആണെങ്കിൽ ഒരെണ്ണം, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് പ്ലേസ് ഡിജിറ്റ്സ് തന്നിട്ടില്ല. സോ നമ്മൾ എഴുതുമ്പോൾ മാക്സിമം എത്ര ഡിജിറ്റ്സ് ആണോ വന്നിട്ടുള്ള അത് വേണം നമ്മൾ കൊടുക്കാൻ. അത്രയും സീറോസ് ഇട്ട് കൊടുക്കുക. ഇപ്പൊ 75-ന് ഡെസിമൽ പ്ലേസ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, സീറോസ് ഇട്ട് കൊടുത്തത്. ഇനി 7.5 എഴുതുമ്പോൾ നോക്കിയേ, 5-ന് താഴെ നമ്മൾ 7 കൊടുക്കുക. അത് കഴിഞ്ഞ് 0-ക്ക് താഴെ 5. ബാക്കി 2 പ്ലേസ് നമ്മൾ എന്ത് കൊടുക്കുക, ഡിജിറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് 0 ഇട്ട് കൊടുക്കുക. അടുത്തത് 0.75. ഇവിടെ എന്ത് ചെയ്യുക, ഡിജിറ്റ്സ് ഇല്ലാത്തടത്ത് നമുക്ക് എന്ത് ചെയ്യാം, 0. കാരണം അഡീഷൻ തെറ്റിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ സീറോസ് ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ലാസ്റ്റ് നമ്പർ 0.075. ഇവിടെ ഒരു ഡിജിറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് 0 ഇട്ട് കൊടുത്തു. ഓക്കെ അല്ലേ. ഇനി ഇതെന്ത് ചെയ്യാം, ആഡ് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. എന്ത് ചെയ്യാം, 1's പ്ലേസ് വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ പ്ലേസ് ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. പിന്നെ 7 + 5 12. 1 ക്യാരി ഓവർ ആവും. വീണ്ടും 12 വരുന്നുണ്ട്, പിന്നെ ഒരു 1 ഉണ്ട്. അപ്പം അഡീഷൻ ചെയ്യുമ്പം 13 കിട്ടും. വീണ്ടും ക്യാരി ഓവർ ഉണ്ട്. 7 + 5 + 1 ചെയ്യുമ്പോൾ വീണ്ടും 13 കിട്ടും. ക്യാരി ഓവർ 1 ഇട്ട് കൊടുത്തു. 7 + 1 8. സോ ആൻസർ വരിക 83.325 ആണ് ഇവിടെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. സോ ഓപ്ഷൻ ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലെ, 83.325. അപ്പം ആഡ് ചെയ്യുമ്പോൾ ഉള്ള കാര്യം, നിങ്ങളുടെ ഡെസിമൽ പ്ലേസ് എന്താണ് പ്ലേസസ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആക്കിയതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് വാല്യൂ തെറ്റാതെ നമുക്ക് ഉത്തരത്തിലോട്ട് എത്താൻ പറ്റും. ഓക്കെ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്